Good afternoon, all of you. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാവരും എഴുതാൻ പഠിച്ചു അല്ലേ? ഇല്ലേ? അതിൽ ഷഗ്ബറ പഠിച്ചില്ല പറഞ്ഞു. ഷഗ്ബറ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഷഗ്ബറ ഓക്കെ. പഠിക്കാത്ത കുട്ടികളത് കുറെ പ്രാവശ്യം എഴുതി പഠിക്കണേ. നെക്സ്റ്റ് ഷഗ്ബറ പഠിച്ചോ മോളെ? ഇപ്പോ ഷഗ്ബറ പഠിക്കുന്നുണ്ടോ? എഴുതി പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ അന്ന് നമ്മള് ഏത് ചിഹ്നങ്ങൾ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മള്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ എഴുതുമ്പോ ഏത് ചിഹ്ന നമ്മൾ ഉപയോഗിച്ചത്? സ്ലേറ്റ്. ഒന്ന് സ്ലേറ്റ് എടുത്ത് എല്ലാവരും. ടെക്സ്റ്റ് എവിടെ നിന്നോട്ടെ, സ്ലേറ്റ് എടുക്കും. അപ്പോ എന്ന് എഴുതാനുള്ള ചിഹ്നം ഏതാ? ഒന്ന് എഴുതി കാണിച്ചേ സ്ലേറ്റില്. എഴുതി? എത്ര പേര് എഴുതി നോക്കട്ടെ? എങ്ങനെയാ എഴുതുക അലൻ? എഴുതുന്ന ചിഹ്നം എങ്ങനെയാ എഴുതുക? കാന്നല്ല എഴുതാൻ എങ്ങനെയാ ചിഹ്നം ഇടുക നമ്മള്? കാണിച്ചേ. എന്നുള്ള ചിഹ്നം അറിയില്ലേ നിങ്ങൾക്ക് ആർക്കും? ഓക്കെ, ഗുഡ്. അൻവിതൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എഴുതുന്ന ചിഹ്നം അല്ലേ? ഓക്കെ, അപ്പൊ എന്നുള്ള ചിഹ്നാണ് അത്. ഓക്കെ, നീലാഞ്ജന എഴുതി അല്ലേ? അപ്പൊ കാന്നല്ലേ? അപ്പൊ ആ ചിഹ്നം എന്ന് പറയുമ്പോ എഴുതാതെ എന്നുള്ള ചിഹ്നം അല്ലേ അലൻ? അങ്ങനെയാണ്. ഇത് തന്നെ. ഓക്കെ, കറക്റ്റ് കേട്ടോ. അപ്പൊ എന്നുള്ള ചിഹ്നം ഏതാ? ഈ ചിഹ്നം മാത്രം. കാക്ക് ശേഷം നമ്മൾ എഴുതിയ ചിഹ്നാണ് എന്നുള്ള ചിഹ്നം. നെക്സ്റ്റ് ഏതാ? ഈ എന്നുള്ള ചിഹ്നം എങ്ങനെ എഴുതുക? ഒന്ന് എഴുതി നോക്കിയേ. അപ്പൊ എന്നുള്ള ചിഹ്നം ഏതാ? അപ്പൊ നിങ്ങള് എഴുതി അതിന് നേരെ എന്ത് എഴുതണം? എന്നുള്ള ചിഹ്നം എഴുതണം. ഓക്കെ, എന്നുള്ള ചിഹ്നം. അപ്പൊ മിസ് ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. എന്നുള്ള ചിഹ്നം അല്ലേ? ഇതിലൊന്നും പറ്റുന്നില്ല ഈ കമ്പ്യൂട്ടറിൽ. ഓക്കെ, എന്നുള്ള ചിഹ്നം എഴുതിയിട്ട് എഴുതി ഒരു ഹൈഫൺ ഇട്ട് അതിന്റെ ചിഹ്നം എഴുതുക. എങ്ങനെ ചിഹ്നം കാണിച്ചു തരാനും പറ്റില്ലല്ലോ അല്ലെ? എന്നുള്ള ചിഹ്നം. അൻവിത എഴുതിയ കറക്റ്റ് ആണ് അൻവിത. ഓക്കെ അല്ലേ? എഴുതിയ ചിഹ്നാണ് ചിഹ്നം അല്ലെ? നമ്മള് കീ ആദിത്യനും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈന്നല്ലേ? ഓക്കെ, കറക്റ്റ്. അപ്പൊ നീലാഞ്ജന എഴുതിയിട്ടുണ്ട്. എഴുതി ചെറിയൊരു ഹൈഫൺ എടുത്തിട്ട് അതിന്റെ ചിഹ്നം മാത്രം ഇട്ടു അല്ലേ? നെക്സ്റ്റ് എഴുതുക. എന്നിട്ട് ചെറിയൊരു ഹൈഫൺ ഇടുക. എന്നിട്ട് വള്ളി ഇടുക അല്ലേ? അപ്പൊ ചിഹ്നങ്ങൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനാവും. എഴുതുക, എഴുതുക, ചെറിയൊരു ഹൈഫൺ ഇടുക, എഴുതിയ മോളെ അൻവിത? നോക്കട്ടെ, സ്ലേറ്റ് കാണിച്ചേ ജോവിൻ. എഴുതി ഒരു ചിഹ്നം ഇട്ടു. ഓക്കെ, ഇനി എഴുത്. എഴുതിയിട്ട് ചിഹ്നം ഇട്ടു, വള്ളി.
ഓക്കെ. ആ ഈ ഊ വരെ ഇത് അൻവിത എഴുതിയിട്ടുണ്ട് അവിടെ. ഈ നെക്സ്റ്റ് നീലാഞ്ജന അതിന്റെ താഴെ എഴുതി ഈ എഴുതിയിട്ട് ഏതിടണം? ഈ ചിഹ്നം ഇടണം അല്ലേ? ചുരുക്കുവള്ളി. നമ്മള് കീ എഴുതിയില്ല ഐഫുന? ഐഫുന കാണിച്ചേ, സ്ലൈറ്റ് കാണിച്ചേ. ഓക്കെ. അത് ഈ താഴെ ഇങ്ങനെ എഴുതിയ മോളെ എഴുതുക, എഴുതുക, എന്നിട്ട് ആ ചിഹ്നോട് ഇല്ലേ എഴുത് ആദ്യം, എന്നിട്ട് ചിഹ്നോട് അൺമ്യൂട്ട് ചെയ്യണോ? പറഞ്ഞോ. ഇല്ലേ സ്വരാക്ഷരങ്ങളിൽ രണ്ടാമത്തെ അക്ഷരം ഏതാ? ഒന്ന് എഴുതിയേ. സ്വരാക്ഷരങ്ങളില്ലേ മലയാളത്തിലെ സ്വരാക്ഷരങ്ങള്, അതിൽ രണ്ടാമത്തെ അക്ഷരം ഏതാ? ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിന്. ഓക്കെ. അതിന് അതിന്റെ തൊട്ടപ്പുറത്തൊരു ഹൈഫൻ ഇട്, ചെറിയ വര, എന്നിട്ട് അതിന് ആ ചിഹ്നം മാത്രം ഇട്ട് കാന്ന് എഴുതുമ്പോ നമ്മള് എഴുതി കഴിഞ്ഞ ഒരു ചിഹ്നം ഇടാറില്ലേ? ആ ചിഹ്നം ഇട്ട്. ഓക്കെ. അപ്പൊ നിങ്ങക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി മിസ് പറഞ്ഞാണ്. ഓക്കെ, അതന്നെ കറക്റ്റ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ എഴുതി. ഒരു മിനിറ്റ്, മിസ് ഒരു സാധനം എടുത്തിട്ട് വരട്ടെ. എഴുതണേ. ഓക്കെ. മാല എങ്ങനെ എഴുതും? മാലാന്ന് ചിഹ്നങ്ങൾ നിങ്ങൾ പഠിച്ചോ നോക്കണ്ടേ മിസ്? മാല ഏത് ചിഹ്നം ഇവിടെ വരുക? എഴുതിയിട്ട് ഏത് ചിഹ്നം വരണം? ആ ചിഹ്നം. ഓക്കെ. മാല ഒന്ന് കാണിച്ചെന്നിട്ട് എഴുതിയവരെല്ലാരും മിസ്സിനെ ഒന്ന് കാണിച്ചെന്നെ. മാല എങ്ങനെ എഴുതും? റസീൻ ഒന്നുകൂടി. ഓക്കെ, കറക്റ്റ്. ഫാത്തിമ ബിബി എഴുതിയിട്ടുണ്ട്, ദേവഷ എല്ലാരും എഴുതിയിട്ടുണ്ട് അല്ലെ? എങ്ങനെ ആ ചിഹ്നം മനസ്സിലായോ? മാല എന്ന് എഴുതുമ്പം. ഓക്കെ, റയാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതിയിട്ട് ആ ചിഹ്നം ഇട്ടിട്ട് ലാ എഴുതണം അല്ലെ? അപ്പൊ എന്തായി? മാല. അവിടെ ആ ചിഹ്നം വന്നു. നെക്സ്റ്റ് ഏതാ നമുക്ക് എഴുതേണ്ടത്? മിസ് പറയുന്നതൊക്കെ എഴുതാൻ പറ്റുമോ നോക്കട്ടെ നിങ്ങൾക്ക്? ചിരി എങ്ങനെ എഴുതും? ചിരി നമ്മളിത് കാണാതെ എഴുതി പഠിക്കൊന്നും വേണ്ട. നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പാവും അല്ലേ? അപ്പൊ ചിരിന്ന് എങ്ങനെ എഴുതും? ഏത് ചിഹ്നം അവിടെ വരേണ്ടത്? ചിരി എഴുതുമ്പോ. ഓക്കെ, കറക്റ്റ് ഫാത്തിമ. ഓക്കെ. അപ്പൊ ചിരിന്ന് എഴുതുമ്പം ഈ ചിഹ്നം വരും അല്ലേ? സ്വന്തമായിട്ട് എഴുതണേ. അമ്മമാരെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾ ആ ചിഹ്നങ്ങൾ ഓർമ്മിച്ചെടുത്ത് എഴുതിയേ. ചിരി എന്ത് വരും തിരിച്ചതേ? ചായ എഴുതിയിട്ടും വള്ളി ഇടണം, എന്നിട്ട് രായ എഴുതിയിട്ടും വള്ളി ഈ ചിഹ്നം ഇടണം. അപ്പൊ എന്തായി? ചിരി. ഇപ്പൊ മനസ്സിലായി നോക്ക് എങ്ങനെ എഴുതേണ്ടത്? ഓക്കെ, ഇവിടെ അൻവിത എഴുതിയിട്ടുണ്ട് ചിരി. നെക്സ്റ്റ് ആരൊക്കെ എഴുതി ഒന്ന് കാണിച്ചു തന്നെ മിസ്സിന്. ആദ്യത്തിന് എഴുതിയിട്ടുണ്ട്. ആയുഷ എന്തേ വീഡിയോ ഓഫ് ചെയ്തേ? ചിരി. അന്തേ അമൃത എന്തേ മോളെ? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. എഴുതിയല്ലേ? ഓക്കെ, ഗുഡ്. അനുഗ്രഹം എഴുതി. അപ്പൊ ചിരിന്ന് എഴുതുമ്പം എന്ത് ചെയ്യണം? ഈ ചിഹ്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? ചായ എഴുതിയിട്ട് വള്ളി ഇട്ട് രായ എഴുതിയിട്ടും ഈ ചിഹ്നം എഴുതി എന്തായി? ചിരിയായി. നെക്സ്റ്റ് ഒന്നുകൂടി പറയട്ടെ മിസ്സേ, അടുത്തത് നിങ്ങൾ എഴുതാൻ പഠിച്ചോ. ഇനി പീലി എങ്ങനെ എഴുതും? പീലി എന്ത് ചെയ്യണം? നേരം ചിഹ്നങ്ങൾ മനസ്സിലായോ നോക്കട്ടെ. പീന്ന് വരുമ്പോ ഏത് ചിഹ്നം ഇടേണ്ടത്? ഈ ചിഹ്നം ഇടണം അല്ലേ? പീലി. ഈ ചിഹ്നം ഏതാ? വള്ളിക്ക് ചുരുക്ക് വള്ളി അല്ലേ? അതല്ലേ ഈ ചിഹ്നം. ലാക്ക് എന്ത് ചെയ്യണം? എഴുതിയോ പീലിനെ? ഓക്കെ, ഇവിടെ ഫാത്തിമ ബിബി എഴുതി. പിന്നെ ആരൊക്കെ എഴുതി? നൈല ഷക്കീർ എഴുതി, മുഹമ്മദ് മുത്താസിം, ഇർഷാദ് എഴുതിയോ? ഇർഷാദേ. ദേവർഷ
എഴുതിയോ? സൽമാൻ നാസർ, ഫാത്തിമ KM, പീലി, അനുഗ്രഹ പീലി, ലാ എഴുതി വള്ളി ഇടണം. അനുഗ്രഹ കുട്ടി പി കറക്റ്റ് ആണ്. ഇനി ലാ എഴുതില്ല. ഏതാ? യാ രാ ലാ. ആ ലാ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? വള്ളി ഇടണം. ഓക്കെ, അതായത് ഈ ചിഹ്നം ഇടണം. ഓക്കെ, ഇവിടെ അൻവിത എല്ലാം എഴുതി. മാല, ചിരി, പീലി. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ദേവാംഗ എഴുതിയിട്ടില്ലേ? കാണിക്കുന്നില്ലല്ലോ മിസ്സിനെ അഫ്രാസ് ഒന്നും. മിഗ്ദാദിന്റെ അഡ്രസ്സേ ഇല്ലേ മിഗ്ദാദേ? അവിടെ ഉണ്ട്. ഓക്കെ, എഴുതിയോ? അമാൻ മാധവ്. ഓ, മുഹമ്മദ് മുക്താസിമിന് ഉറക്ക് വന്നു ഇപ്പ അല്ലേ മുക്താസിം? ഓക്കെ, ഉറങ്ങാട്ടോ. അപ്പോ നമ്മൾ എന്തൊക്കെ എഴുതി? മാല. അപ്പൊ അവിടെ ആ ചിഹ്നം വന്നു. റിച്ചാർഡ് എഴുതിയോ മോനെ? റിച്ചാർഡ്, നീലാഞ്ജന, അമൃത, ഓക്കെ. അഫ്രാസ്, നിവേദ്യ എഴുതിയോ? നിവേദ്യേ? ഓക്കെ, മനസ്സിലായി അല്ലേ ചിഹ്നങ്ങൾ എങ്ങനെ ചേർക്കാന്ന്? നൈല ഷക്കീർ, ദേവർഷ, സൽമാൻ നാസർ, അൻവിത കെ, റയാൻ, അമാൻ മാധവ്, മിഗ്ദാദ്, ഐഫൂന, ഓക്കെ, ഷക്ബറ, ആദിത്തനൂബ്, അയാൻ വിജേഷ്. അയാൻ എവിടെ സ്റ്റേറ്റ്? ഓക്കെ, കാണുന്നില്ല മിസ്സിന് ശരിക്കും പേപ്പറിലായതുകൊണ്ട്. അലൻ ജോസഫ് എഴുതി. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഏതാ വേർഡ് പറയുന്നത് അറിയോ? ചീര. എങ്ങനെ എഴുതും ചീര? അപ്പൊ നിങ്ങൾക്ക് എത്ര വലിയ വാക്ക് കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇനി ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാല്. അപ്പൊ അത് ശരിക്കും പഠിക്കണം. ഏത്? ആ എന്നുള്ള ചിഹ്നം, ഈ ഊ ചിഹ്നം, ഊ, ഏറ്. ഓക്കെ, ഇവിടെ റിച്ചാർഡ് എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ഏറ്, എ, ഐ, ഓ, ഔ, അം, ആ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ആക്കി വെക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാ എഴുതണ്ടേ? ചീര. എന്ത് എഴുതണം? ചായ എഴുതിയിട്ട് ചുരുക്ക് വള്ളി ഇടണം അല്ലേ? എന്നാൽ ഈ ചിഹ്നായി. അപ്പൊ ചീര, ചീര. നെക്സ്റ്റ് വേണം ഒന്നുകൂടെ പറയട്ടെ. ഏതാ? പുലി, പുലി. എങ്ങനെ എഴുതും പുലിന്ന്? ഏത് ചിഹ്നം അവിടെ വരേണ്ടത്? പാ എഴുതിയിട്ട് ഊ ചിഹ്നം ഇടണം അല്ലേ? അപ്പൊ പുലി, ലാ എഴുതി ഈ ചിഹ്നം ഇടണം. എന്തേ ഡൗട്ട്? എന്തേലൻ മനസ്സിലായിട്ടില്ലേ ചിഹ്നങ്ങളെ? അപ്പൊ പുലിന്നൊന്ന് എഴുതിയ ആരോടും ചോദിക്കൊന്നും വേണ്ട, ഒറ്റക്ക് നിങ്ങൾ എഴുതിയേ പുലി, പുലി. എഴുതിയോ മക്കളെ? പുലീന് എങ്ങനെ എഴുതും? ഊച്ചിഹ്നം. എഴുതിയില്ലേ? നോക്കട്ടെ ആരാ എഴുതി കഴിഞ്ഞേ? ഓക്കെ, റിച്ചാർഡ് എഴുതി, നീലാഞ്ജന എഴുതി, നെക്സ്റ്റ് ഫാത്തിമ ബീവി എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, റസീൻ കെ. നെക്സ്റ്റ് ആരാ? ഫാത്തിമ KM എഴുതിയോ മോളെ? അമൃത. ഓക്കെ, പുലി, പുലി. ലാ എഴുതി വള്ളിയിടണേ. പുലീന്ന് എഴുതുമ്പോ എന്ത് എഴുതണം? പാ എഴുതി ഊച്ചിന്നിട്ട് ലാ എഴുതി വള്ളിയിട്ടു, വള്ളിയിടണം. ഓക്കെ, കറക്റ്റ് ഉണ്ടേലൻ. റയാൻ മോൻ വള്ളിയിട്ടില്ലേ? ലാക്ക് വള്ളിയിട്ടോ പുലീന്ന് എഴുതുമ്പോ? നിവേദ്യ, നിവേദ്യ എഴുതൊന്നും കണ്ടില്ല മിസ്, പേപ്പറിലായതുകൊണ്ട് കാണുന്നില്ല ശരിക്കും. ഓക്കെ, അപ്പൊ പുലി. നെക്സ്റ്റ് ഏതാ? ഊച്ചിഹ്നം വരുമ്പോ എങ്ങനെയാ? പൂവ്. എങ്ങനെയാ എഴുതുക? പൂവ് എഴുതി എല്ലാവരും? പൂവ്, ഊച്ചിഹ്നം വേണം അവിടെ. പൂവ്. പൂവ്. ഓക്കെ, എഴുതിയോ? പൂവ് കാണിച്ചേ നോക്കട്ടെ, കാണുന്നില്ല. റിച്ചാർഡ് കുറച്ച് പൊക്കി പിടിച്ച സ്ലേറ്റ്. ഓക്കെ, പൂവ്. ഓക്കെ, കറക്റ്റ് ആണ്. പൂവ്. ഇപ്പൊ മനസ്സിലായി അല്ലേ സംഭവം എങ്ങനെയാന്ന് എല്ലാവർക്കും? ഓക്കെ, പൂവ്. അപ്പൊ മനസ്സിലായി അല്ലേ?
പൂവ് ഊ ചിഹ്നം എങ്ങനെയാ ഇടേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? സമയം തീരാറായി. അപ്പൊ എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതി സൂക്ഷിക്കണം. ആന്ന് എഴുതുക. അന്നേരം അമ്മയുടെ ഹെൽപ്പോട് ചോദിക്കണം കേട്ടോ. അപ്പൊ ആന്ന് എഴുതുക, അതിന്റെ ചിഹ്നങ്ങൾ എഴുതുക, ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് ചിഹ്നങ്ങൾ എഴുതുക. വീണ്ടും ഈ എഴുതുക, വള്ളി ഇടുക, ഈ ചുരുക്കു വള്ളി ഇടുക, അങ്ങനെ എല്ലാം എഴുതി വെക്കണം. ഔ വരെ, ഔ അമ്മ വരെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി എഴുതാൻ എളുപ്പമാവും. നമുക്ക് അടുത്ത ദിവസം ചെവി എങ്ങനെ എഴുതും, പേന എങ്ങനെ എഴുതും, മൈന, അതൊക്കെ പഠിക്കണം. അപ്പൊ ഓരോ ചിഹ്നങ്ങളും വരും. മൈന. ഡിക്റ്റേഷൻ ഇടണോ? നമുക്ക് ഇനി അടുത്ത ഡിക്റ്റേഷൻ ഇടാം കേട്ടോ. ഇത് നമുക്ക് ഡിക്റ്റേഷനിൽ അടുത്ത ദിവസം ഈ ചിഹ്നങ്ങളെല്ലാം വെച്ച് ഓരോ വേർഡ്. ഓക്കെ, എല്ലാവരും പഠിക്കണേ. അപ്പൊ എന്തൊക്കെ പൂ ചിഹ്നം വരെ പഠിച്ചു അല്ലെ? പൂവ് വരെ എഴുതാൻ പഠിച്ചു. ഇനി ചെവി, പേന, മൈന, മൗനി, ഔ വരും അന്നേരം അല്ലെ? ഇനി വരുന്നത് വരം, അങ്ങനെ വരും. അതെല്ലാം നമുക്ക് പഠിക്കണം. ഓക്കെ, ബൈ. മിസ്സിന്റെ ടാറ്റയൊന്നും കാണൂല കേട്ടോ. ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ദിവസം കാണാം കേട്ടോ. ഇവിടെ വീഡിയോക്ക് ഇന്ന് എന്തോ ഒരു കംപ്ലൈന്റ്. ഓക്കെ, ബൈ. എന്തേ ബിയോണ? ബിയോണ എന്തിനാ കരയുന്നേ? ബിയോണ പഠിച്ചില്ലേ? ബിയോണ ഇങ്ങനെ കരയാണ്, എന്തിനാണാവോ? എന്തേ ബിയോണ? നിങ്ങൾ കാണുന്നുണ്ടോ ബിയോണ കരയുന്നത്? ഏതൊക്കെ പരീക്ഷയൊന്നുമില്ല, ഡിക്റ്റേഷൻ. കുറെ വേർഡുകള് അറിയോ കേട്ടോ, അത്രയേ ഉള്ളൂ. ആ ചിഹ്നങ്ങൾ വെച്ചുള്ള വേർഡുകളൊക്കെ പഠിക്കുക. ഏതൊക്കെയാന്ന് പറയാൻ പറ്റും ഇപ്പം. അപ്പൊ നിങ്ങളത് പഠിച്ചിട്ട് വരില്ലേ അല്ലേ? നിങ്ങൾ ചിഹ്നങ്ങൾ പഠിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? പറയാതെ ഇടണം അല്ലേ? ഏത് പറയുമ്പോ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അല്ലേ? സിമ്പിൾ വേർഡേ ഉള്ളൂ. ഓക്കെ, ബൈ. ആരും കരയണ്ട കേട്ടോ. ബൈ, സീ യു. ഓക്കെ, എല്ലാവരോടും ബൈയേ. ബൈ.